സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയവരിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ടായ ആ ഒരു കൊലപാതകം, ആരാണ് കൊലപാതകം ചെയ്ത കൊലപാതകി ആരാണ്? ഷിംജിത എന്ന് പറയുന്ന ആ ഒരു വ്ളോഗറായിട്ടുള്ള ആ ഒരു നാട്ടിലൊരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു താത്ത, അല്ലെ താത്ത പെൺകുട്ടി, തട്ടമിട്ട പെൺകുട്ടി എന്നൊക്കെ പറയുന്ന, അല്ലെ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ആ സാമാനമാണ് ആ ഒരു ദീപക് എന്ന് പറയുന്ന ആ ഒരു വീടിൻ്റെ എല്ലാമായിരുന്ന, ആ വീടിൻ്റെ ഏക തുണയായിരുന്ന ആ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമന പുത്രനെ കൊന്നുകളഞ്ഞത്. അപ്പം അങ്ങനെ കൊന്നുകളഞ്ഞ് ആ ഒരു താടകയായിട്ടുള്ള ആ ഒരു സ്ത്രീ എന്നുള്ള രൂപത്തിൽ നടക്കുന്ന, തട്ടവുമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന അവൾ പിന്നീട് ഒളിവിൽ പോയിരിക്കുകയാണ്. അവൾക്ക് ഒളിവിൽ പോകാനായിട്ട് നമ്മുടെ കേരള പോലീസും അതേപോലെ തന്നെ എല്ലാവരും അവസരമൊരുക്കി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള പോലീസ് നല്ല രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ഒളിവിൽ പോകാൻ വേണ്ടി ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട്. നിങ്ങളത് ചിന്തിക്കുന്നുണ്ടാവും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഈശ്വറിൻ്റെയും മറ്റുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ വിഷയങ്ങളിൽ, ദിലീപിൻ്റെ വിഷയങ്ങളിലും ഒക്കെ എടുത്ത നിലപാടുകളും ആ എടുത്ത വലിയ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ എവിടെ ഈ കേസിൻ്റെ കാര്യത്തിൽ എന്താ എടുക്കാത്തത്? ഒരു സ്ത്രീയായിപ്പോയി അല്ലേ മറുപക്ഷത്ത് നിൽക്കുന്നത്. മറ്റു കാര്യങ്ങളിലും മറുപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീ തന്നെയായിരുന്നു, പക്ഷേ പരാതിക്കാരിയായിരുന്നു അവിടെ സ്ത്രീ. ഇവിടെ പ്രതിയാണ് സ്ത്രീ, അതുകൊണ്ടാണ് അവളെ വെറുതെ വിടുന്നത്. അപ്പം അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നാലെ മാധ്യമങ്ങളിലിരിക്കുന്ന പല ആളുകളും, പല അവതാരികകളും അപരാധം പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പാവമായിരുന്നു, ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച, അല്ലെ ലൈംഗിക ദാരിദ്ര്യം ആ പെൺകുട്ടിയുടെ അടുത്ത് തീർക്കാൻ ശ്രമിച്ചപ്പോൾ കുറേ നേരം കൊണ്ട് ആ പെൺകുട്ടി സഹിക്ക വയ്യാതെ വീഡിയോ എടുത്തതാണെന്നും ആ വീഡിയോയാണ് നിങ്ങളെല്ലാവരും കണ്ടതെന്നും ആ വീഡിയോ കണ്ടിട്ട് ആ പെൺകുട്ടിയെ കൂട്ടം ചേർന്ന് കുറ്റം പറയുന്നു. ഒരു പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അത് പറയാൻ പോലും, തുറന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ കൂട്ടം ചേർന്നുകൊണ്ട് സംഘടിതമായിട്ട് ആക്രമിക്കുകയും ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അവളെ നാമാവിശേഷമാക്കുന്ന രീതിയിൽ പ്രതികരിക്കുമെന്നൊക്കെയാണ് പല ഫെമിനിസ്റ്റുകളും എന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾ പറയുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടു, അല്ലെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അവർ പറയുന്നത്, ആ പെൺകുട്ടി, ഇനി ഒരാളുടെ ജീവൻ എന്തായാലും പോയി, ഒരാളുടെ ജീവൻ പോകണമായിരുന്നത് പോയി, ഇനി എന്തിനാണ് രണ്ടാമതൊരു ജീവൻ കൂടി കളയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്? അതായത് ആ പെൺകുട്ടിയുടെ ജീവിതം എന്തിനാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്? ഇനി അതുകൂടെ മരണപ്പെട്ടാൽ നമുക്ക് സന്തോഷമാകുമോ എന്ന് ചോദിക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകരും അതിൽ വീഡിയോയ്ക്ക് ആ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കും ആ അമ്മയ്ക്കും ആ അച്ഛനും ആ മരണപ്പെട്ടു പോയ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമാധാനമാവണമെന്നുണ്ടെങ്കിൽ ഈ ചെറ്റ മരണപ്പെടുക തന്നെ വേണം. നാളെ നമുക്കൊരു വാർത്തയിൽ കേൾക്കാൻ സാധിക്കും, ഒന്നുകിൽ പോലീസ് പിടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും അജ്ഞാത വാഹനം പിടിച്ച് മരണപ്പെട്ടു എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും പട്ടി ചത്ത് കിടക്കുന്നത് പോലെ റോഡിൽ ചത്ത് കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളും ഈ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ പരാമർശങ്ങളുമായിട്ട് വന്നപ്പോൾ ആർക്കെതിരെയാണ്? ദീപക് ഒരു കാമലീലയുള്ളവനാണ്, അല്ലെങ്കിൽ കാമത്തരവുമായിട്ട് ബസ്സിൽ കയറിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൃത്തികെട്ട പരാമർശമായിട്ട് വന്നപ്പോഴും ആ മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മാധ്യമധർമ്മത്തിൻ്റെ ഒരു ചൂടും വിടാതെ, അല്ലെ മാധ്യമധർമ്മം എന്ന് പറയുന്ന സാധനത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹാഷ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ റീൽ എന്ന് പറയുന്ന അപരാധവുമായിട്ട് ബസ്സിലേക്ക് കയറുന്ന ഇവളുമാരെ പോലെ ഉള്ളവളുമാരെ നിയമത്തിന് മുൻപിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ഹാഷ്മി പറഞ്ഞത്. ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നാലെ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടതിനെ അയാൾക്ക്, അല്ലെങ്കിൽ ഇവനെ പോലെയുള്ളവന്മാർ മരണപ്പെടണം, എനിക്കതിൽ ഒരുപാട് സന്തോഷമാണ്. ഇങ്ങനെ സ്മൈലിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന ശ്രീലക്ഷ്മി അറക്കലെന്ന് പറയുന്ന, അറക്കലെന്ന് അവളുടെ പേരിനൊപ്പം തന്നെ ഉണ്ട്, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കാണ് അവളെ കാണുമ്പോൾ അറപ്പും വെറുപ്പും ഒക്കെ ഉള്ളത്. അവളുടെ മുഖം പോലും കാണാനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല, അത്രയ്ക്ക് വെറുപ്പും അറപ്പാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനതുകൊണ്ട് അവളുടെ മുഖം പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. സ്വന്തമായിട്ട് അച്ഛനില്ല, അല്ല എൻ്റെ അച്ഛൻ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ നടന്നവനാണ്, അങ്ങനെ പിഴച്ചു പറ്റുണ്ടായതാണ് ഞാനെന്ന് സ്വയമേ ശ്രീലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവളുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ വർത്തമാനം മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. തെറ്റൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞതിൽ. ഇപ്പോൾ ശ്രീലക്ഷ്മി ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. തൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടും തനിക്കെതിരെ പരാതിയുമായിട്ട്, അല്ലെ തനിക്കെതിരെ ചീത്ത വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ പരാതിയുമായിട്ട്, ശ്രീലക്ഷ്മി ചേച്ചി ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലൂടെ ഒന്ന് പരാതി കൊടുത്തേക്കണേ. ആ ഒരു പാവം പിടിച്ചൊരു യുവാവ് മരണപ്പെട്ടപ്പോൾ ഇങ്ങനെയുള്ളവന്മാർ മരിക്കണമെന്ന് പറഞ്ഞാൽ നിൻ്റെ സംസ്കാരത്തിൽ നീ ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി ഏതൊക്കെ രീതിയിൽ കൂടി വരുമെന്നുള്ള ചിന്തിക്കാനുള്ള സാമാന്യബോധം ഞങ്ങൾക്കുണ്ട്. സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത നിന്നെപ്പോലെ അഴിഞ്ഞാടി നടക്കുന്നൊരു സ്ത്രീ ഒരു പരാതി കൊടുത്താൽ അത് അന്വേഷിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ കേരള പോലീസിൻ്റെ പരിപാടി. എന്നാലും കേരള പോലീസ് നിൻ്റെയൊക്കെ അന്നനാളം നിറയ്ക്കുന്ന മറുപടി തന്നു വിടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കേരള പോലീസിന് ഇതല്ല പരിപാടി. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ശ്രീലക്ഷ്മി വലിയ പേടിപ്പിക്കാൻ വേണ്ടി ഉമ്മാക്കി കാണിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ദീപകിൻ്റെ മരണത്തിൽ ഈ കഴിഞ്ഞ ദിവസമാണ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയിട്ട് പോലീസുകാർ മൊഴി രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആ അന്വേഷണം ഊർജിതമാക്കിയ സന്ദർഭത്തിൽ ആ
കുറ്റകൃത്യം ചെയ്ത നായിൻ്റെ മോള് നാട് വിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ പോയെന്നറിയില്ല. എന്തായാലും അവിടെ പോയി കേരള പോലീസ് തൂക്കും, അതിലൊരു സംശയമില്ല. പക്ഷേ കേസെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തൂക്കുന്നതെങ്കിൽ കേരള പോലീസെ നിങ്ങളോട് ഞങ്ങൾക്ക് പിന്നെ ഒരു ബഹുമാനവും കാണില്ല. നാളെ നേരം വെളുക്കുന്ന സമയത്ത് ഈ നായിൻ്റെ മോളെ പിടിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കാനായിട്ടാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു നിയമത്തിൻ്റെ ഒരു പരിധിയിൽ കൂടിയും അവളെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അവളെ കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവളെ കൊടുക്കണം. ആ ഒരു യുവാവിൻ്റെ ആ ഒരു ജീവൻ ബലിയാടായതിൻ്റെ അല്ലെ ആ യുവാവിനെ കൊന്നതിന് ഇവൾക്ക് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയല്ല, മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യക്ക് തന്നെ കേസെടുക്കണം. ഇവൾ കൊന്നത് തന്നെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിൽ പോലീസ് എല്ലാ CCTV ഫൂട്ടേജും എല്ലാം ശേഖരിച്ച് വരുമ്പോൾ തന്നെ പോലീസിന് ഏകദേശ കാര്യങ്ങളിലേക്ക് പോലീസ് എത്തി. അവിടെ എന്താണ് നടന്നതെന്നും ആ ബസ്സിൽ വെച്ച് എന്താണ് ഉണ്ടായതെന്നും ആ ബസ്സിലെ കണ്ടക്ടറിൻ്റെ അടുത്തും ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ അടുത്തും ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ അടുത്തും എല്ലാം പോലീസ് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പോലീസ് ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയിരിക്കുന്നത് ആ ബസ്സിൽ ഈ നാറി പറഞ്ഞതുപോലെ, അതായത് ഷിംജിത എന്ന് പറയുന്ന തട്ടമൊക്കെ ഇട്ടിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കുലസ്ത്രീയായിട്ടുള്ള ആര് വിളിച്ചാലും എവിടെയും ഇറങ്ങിപ്പോകാൻ തയ്യാറായി നിൽക്കുന്നവൾ പറഞ്ഞതുപോലെയുള്ള സംഭവങ്ങളൊന്നും അരങ്ങേറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളറിയില്ലേ? ഈ ബസ്സിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. വീഡിയോ വൈറലാകുമ്പോഴാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെപ്പറ്റി അറിയുന്നതെന്നാണ് ആ ബസ്സിലെ ജീവനക്കാർ പറയുന്നത്. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ എന്തായാലും കാണിക്കും. ഈ സൈഡ് നോക്കി അറിയാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മളിത് ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞു നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത അയാൾക്ക്. പക്ഷേ അന്നേരം നമ്മളിതിൻ്റെ സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ് ആണെന്നുള്ളത് മനസ്സിലായത്. ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്, അതേപോലെ പിന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നുണ്ട്. ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നില്ല അറിയില്ല. പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും. അത് പോലീസിനെ അറിയിക്കും. നമ്മൾ 8% എടുക്കാൻ ആളിറക്കിനി. അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, ഹോംഗാർഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. കണ്ടില്ലേ? ആ ബസ്സിൽ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ധൈര്യപൂർവ്വം തുറന്നു പറയാമായിരുന്നു. ഹോം ഗാർഡ് അവിടെ ഉണ്ട്, അവിടെ ഞങ്ങൾക്കൊണ്ട് എല്ലാവരെയും ഇറക്കിയ സമയത്ത് അവർക്ക് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആ ബസ്സിൽ നിൽക്കുന്ന ഈ ഒരു ഷിംജിത എന്ന് പറയുന്ന നായിൻ്റെ മോൾ നിൽക്കുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകൾ ആരും ഈ സംഭവങ്ങൾ കണ്ടിട്ടുമില്ല. അത് വേറൊരു വാസ്തവം. ഇതെല്ലാം തെളിവായിട്ട് കിട്ടിയിട്ടും ഒരു കൂട്ടം ആളുകൾ ഇവളെ അംഗീകരിച്ചുകൊണ്ട് പുരുഷന്മാർക്കെതിരെ മെക്കെട്ട് കയറാൻ വേണ്ടി വരുന്ന ഒരു പ്രവണത. നാണമുണ്ടോടി നിനക്കൊക്കെ? ലേശമെങ്കിലും ഉളുപ്പ്. നിനക്കൊക്കെ ജന്മം തന്നത് ഒരു ആണാണ് കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടും ആണുങ്ങളെ കാണുമ്പോൾ നിനക്കൊക്കെ ഒരുമാതിരി അപരാധം പറച്ചിലും അപവാദം പറച്ചിലും അപരാധം പറച്ചിലും. എന്തൊരു കഷ്ടമാണ്. ഈ ഒരു തോന്നിവാസങ്ങൾക്കെതിരെ സൂരജ് പാലാക്കാരൻ എന്ന് പറയാൻ നമ്മൾക്കറിയാം. നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. സൂരജ് പാലാക്കാരൻ അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നല്ല തെറി ഉപയോഗിച്ച്, എന്നാൽ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോയും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിന്റെ പേരെടുത്ത് പറഞ്ഞാൽ എന്റെ നാവിൽ പുഴുവരിക്കും. അക്ഷരം തെറ്റാതെ നിന്നെ വിളിക്കാം യക്ഷിയെന്ന്. ഒരു പാവം മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു തിന്ന യക്ഷി. ഇവിടെ ജനിപ്പിച്ച തന്തയും ജന്മം നൽകിയ തള്ളയും പാഴായിപ്പോയ ഒരു പടുഭോഗത്തെ ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാവും. കയ്യിലൊരു ഫോണും നെഞ്ചത്തിങ്ങനെ വളർന്നു മുറ്റിയ 2 മുലകളും കൊണ്ട് കൊന്നുകളഞ്ഞു ഇവൾ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കി വളർത്തിയ ഒരു ചെറുപ്പക്കാരനെ. പ്രിയപ്പെട്ടവരെ, മുടിഞ്ഞു പോകും ഇവൾ കാൽ ചവിട്ടുന്ന മണ്ണ്. ഇടിഞ്ഞു വീണ് തകർന്നു പോവും ഇവളുടെ കണ്ണുകൾ പതിയുന്ന ഇടം. ഏത് മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും കെട്ടുപൊട്ടിച്ചു പോകുന്ന കാമം ഉടലാടകളിൽ വീണ് കിടക്കുന്ന ഇവൾ ഇനി ഒരു ആണിനെയും വേട്ടയാടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുവദിക്കരുത് കേട്ടോ. 4 ആൾ അറിയാനും 4 കാശുണ്ടാക്കാനും ഇവൾ തിന്നു കൊഴുപ്പിച്ച സ്വന്തം ശരീരം വഴിയരികിൽ വിൽപ്പനയ്ക്ക് വെക്കും. കൂടുതൽ കാശ് കൊടുക്കുന്നവർക്ക് ഇവളത് തൂക്കി വിൽക്കും. മാനം വിൽക്കും. ഇവള് സ്വന്തം മാനം വിൽക്കും. ആ വിൽപ്പനയിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ഇങ്ങനെ വീണു മറയുന്നത് ഈ പൂതനയ്ക്ക് പിറന്ന ശുനകപുത്രി പട്ടിക്കുണ്ടായവൾ കാണില്ല. ഇവന്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ ഇനിയും പറ്റാത്ത തേങ്ങൽ ഇവള് കേൾക്കുകയല്ല കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടി വരുന്ന ഇങ്ങനെ ഫോളോവേഴ്സ് നൽകുന്ന ആനന്ദമൂർച്ചയിലാവും അവള്. നാടുനീളെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പെണ്ണുങ്ങളെ ഭോഗിച്ചു ഇറങ്ങുന്ന ചില നായകളുണ്ടല്ലോ. ആ നായകളിൽ നിന്നും ജന്മം കൊണ്ട കാഴ്ചയിൽ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത ചില പാഴ്പിഴകൾ ഒഴിച്ച് എല്ലാവരും അവളെ ശപിക്കുന്നുണ്ടാവും. പൊലയാടി മോളെ, നശിച്ചു പോവട്ടെ നിന്റെ ജന്മവും നിന്റെ കുലവും. പിറക്കാതെ പോവട്ടെ നിന്റെ പുഴുത്ത ഗർഭപാത്രത്തിൽ നിന്നെ പോലെ വേറൊരു പടുമുളയും. നിന്നോടെ നിന്നു പോവട്ടെ നിന്റെ ഈ മുടിഞ്ഞ തലമുറ. കാർക്കിച്ചു തുപ്പുകയാണ്. കണ്ണു നിറയുന്നുണ്ട്. നന്നാവില്ല നീ, നന്നാവില്ല നായിന്റെ മോളെ നീ.
കണ്ടില്ലേ, ഇതുപോലെ ഒരു 1000 ജനങ്ങളുടെ പ്രാക്കും ശാപവും എല്ലാം പേറിക്കൊണ്ട് അവൾ എന്തിനാണ് ഇനി ജീവിക്കുന്നത്? അവളെ കൂടി കൊല്ലണോ എന്നാണ് പലരും ചോദിക്കുന്നത്. അവളെ കൊല്ലാനൊന്നുമല്ല, അവൾ ജീവിക്കാൻ അർഹയല്ല, അവൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള യോഗ്യതയില്ല. ആ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനും അതേ വില തന്നെയാണ് സ്ത്രീകളെ ഉള്ളത്. നീയൊക്കെ അഹോരാത്രം പണിയെടുത്ത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആ നായിൻ്റെ മോള് കൊന്നു കളഞ്ഞ ആ ചെറുപ്പക്കാരനും ഈ നാട്ടിൽ ജീവിക്കേണ്ടവനായിരുന്നു. 41 വയസ്സിൽ തന്നെ തൻ്റെ അമ്മയും അച്ഛനും ജീവനോടിരിക്കെ തന്നെ ആ അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്നിരുന്ന ആ ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതം കളഞ്ഞിട്ട് ഇവളിനി എങ്ങനെയാണ് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കുക? അല്ലെ ഇവക്ക് എന്ത് യോഗ്യതയാണ് ഇവിടെ ജീവിക്കാനുള്ളത്? അങ്ങനെ പോലീസുകാർ ഒരുപാട് തെളിവുകൾ കണ്ടെത്തി. അങ്ങനെ പോലീസുകാർ കണ്ടെത്തിയ തെളിവുകളിൽ ആ ബസ്സിൽ CCTV ഫൂട്ടേജ് അടക്കം പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതിൽ ദീപക് കയറുന്നതും അതിൽ നിറയെ ആളുകളാണ്. ഫ്രണ്ടിലുള്ള ക്യാമറയാണ്, ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള ക്യാമറയാണ്. അതിൽ ആ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് മാത്രമേ ആ വീഡിയോയിലുള്ളൂ. ബാക്ക് സൈഡിൽ നിന്ന് ക്യാമറ ഇല്ല. ഇനി ആ ബാക്ക് സൈഡിൽ നിന്ന് ക്യാമറ ഉണ്ടെങ്കിലും അവിടെ എന്ത് സംഭവിക്കാനാണ്? ആ ബസ്സിൽ അനിഷ്ട സംഭവം ഉണ്ടായതിനെ പറ്റി ഒരു കാര്യങ്ങളുമില്ല. ഇവള് പറയുന്നത് ആ ബസ്സിൽ ഇവള് നിൽക്കുന്നതിന് മുൻപ് തന്നെ, ഇവള് വീഡിയോ എടുക്കുന്നതിന് മുൻപ് തന്നെ വേറൊരു പെൺകുട്ടിയെ എടുത്ത് സെക്ഷുവലായിട്ട് ഇങ്ങനെ ഹരാസ്മെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ സെക്ഷലി യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് ആ പെൺകുട്ടി പെൺകുട്ടിക്ക് ഡിസ്കംഫേർട്ടായി അല്ലെങ്കിൽ അൺകംഫേർട്ടായി. അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു. എന്നാൽ എന്തേ അവിടെ പ്രതികരിച്ചില്ല? ആ പെൺകുട്ടിക്ക് അൺകംഫേർട്ടായി, ആ പെൺകുട്ടിയെ ഇയാൾ തലോടി എന്ന് മനസ്സിലായപ്പോൾ എന്നാൽ എന്നെ കൂടെ തലോടി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി നിന്നതാണ് ഞങ്ങളെല്ലാവരും ആ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾ കണ്ട വീഡിയോയിലും വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനുമാക്കി അതിനകത്ത് AI കയറ്റിയിട്ടുണ്ടോ എന്ത് കയറ്റിയിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ ഈ കുലസ്ത്രീ നാട് വിട്ടത്? എന്തേ കുലസ്ത്രീ ഓടി രക്ഷപ്പെട്ടത്? അവിടെ തന്നെ നമുക്കറിയാം അവൾ ചെയ്തിട്ടുള്ളത് എന്ത് തന്തയില്ലായ്മയാണെന്നും എന്ത് പോക്രത്തരമാണെന്നുള്ളത്. എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അവൾ പലതന്തയ്ക്ക് പിറന്നവളാണെന്നും പലതന്തയ്ക്ക് പിറന്ന പ്രവൃത്തിയാണ് ചെയ്തതെന്നും കേരളത്തിൽ ജനങ്ങൾക്കറിയാം. ആ യുവാവിനും ആ യുവാവിൻ്റെ കുടുംബത്തിനുമൊക്കെ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നായിൻ്റെ മോളെ, ഈ പലതന്തയ്ക്കുണ്ടായവളെ പിടിച്ചകത്തിടുക തന്നെ വേണം. ഒരു ജാമ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ പഴുതിൽ കൂടിയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഇവളെ പൂട്ടുക തന്നെ വേണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.